വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 MCQs പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് MCQസിലോട്ട് പോവാം. നമുക്കറിയാം MCQന് 1 മാർക്ക് വീതമാണ് അല്ലെ. പക്ഷേ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് MCQs എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കേട്ടിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ MCQ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് നമുക്ക് എഴുതാം. നമുക്കൊരു കോൺഫിഡൻസ് എവിടെയോ നമ്മൾ ബിൽഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കണം. സോ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs എന്താ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് എ മെക്കാനിക് വേവ്. ഞാൻ പറയുന്നതിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ആൻസർ ചെയ്ത് നോക്കുക. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ നിങ്ങൾ അടയാളപ്പെടുത്തണം, നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് എ മെക്കാനിക്കൽ വേവ്. നമുക്കറിയാം അതെന്താണ്, സൗണ്ട് വേവ് ആണ്. അപ്പൊ തന്നെ പഠിച്ചു വെക്കണം, സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവ്. നെക്സ്റ്റ്, sound is produced by vibration of objects and നമ്മൾ already പഠിച്ചതാണ്. So here we have option C, vibrating object. And the next, sound travels faster in air ആണോ, slower in vacuum ആണോ? വാക്വത്തില് സൗണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? പറ്റത്തേ ഇല്ല അല്ലെ. നെക്സ്റ്റ്, തെറ്റാണ്. faster in water ശരിയാണോ? അല്ല. ഏതാണ് ആൻസർ വരിക? ഫാസ്റ്റർ ഇൻ സോളിഡ്സ് ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ. ഏതിലൂടെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുക? സോളിഡിൽ മാത്രമാണോ, അതോ ലിക്വിഡിൽ ട്രാവൽ ചെയ്യോ, അതോ ഗ്യാസിൽ പറ്റുമോ, അതോ സ്പേസിൽ പറ്റുമോ? നമ്മൾ പഠിച്ചതാണ് സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സ്പേസിൽ, വാക്കത്തിൽ സൗണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ ഡി ആസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേവ് മോഷൻ ട്രാൻസ്ഫേഴ്സ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കും അല്ലെ. കാരണം എന്താണ്, ഇതിനെ കുറിച്ച് വലിയ ഐഡിയ നമുക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വേവ് മോഷൻ ട്രാൻസ്ഫേഴ്സ് എനർജിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫ്രാസോണിക്. എന്താ ഇൻഫ്രാസോണിക് സൗണ്ട്? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ട് അല്ലെ. അതായത് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഒരു പരിധി എന്ന് നമ്മൾ പറയും. അത് ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മൾ പറയാറ്. അതായത് പല സൗണ്ടുകൾ, ചിലത് നമുക്ക് കേൾക്കാം, ചിലത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മൾ അവോയ്ഡ് ചെയ്ത് അല്ലെ പരിഗണിക്കാതെ വിടുന്ന ഡോഗ് അല്ലെ, പല പക്ഷികൾക്കും ആ സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. അപ്പൊ എന്താണ് ആ സൗണ്ട് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സ് എന്ന് നമ്മൾ പറയും. 20 കിലോ ഹെഡ്സ് എന്നാ പറയാ. ഇതിനും ഇടയിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഈ 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ട് നമുക്ക് കേൾക്കാനേ പറ്റില്ല. ഓക്കെ, ചില ആനിമൽസിനും ബേർഡ്സിനൊക്കെ ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ആൻഡ് ഈ സൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും. എന്നാൽ 20,000 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ട്, അലാക്കിന്റെ സൗണ്ട് എന്നൊക്കെ പറയും അല്ലെ, വലിയ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൗണ്ട്, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ആ സൗണ്ടും പല ആനിമൽസിനും ബേർഡ്സിനൊക്കെ കേൾക്കാൻ പറ്റും. ആ സൗണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് സൗണ്ട്. എന്താണ് അൾട്രാസോണിക് സൗണ്ട്? അപ്പൊ അത് പഠിച്ചു വെക്കുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഫ്രാസോണിക് വേവ്സ് ഹാവ് ദ ഫ്രീക്വൻസി. നമുക്കറിയാം ബിലോ 20 ഹെഡ്സ് ആണ്, ബിലോ 20 ഹെഡ്സ്. നെക്സ്റ്റ്, ultrasonic wave have the frequency, of course നമ്മൾ പഠിച്ചു കഴിഞ്ഞു, about 20,000 ഹെഡ്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഈ 20,000 ഹെഡ്സിന് നമുക്ക് വേണമെങ്കിൽ 20 കിലോ ഹെഡ്സ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് വേവ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻസ് ലൗഡ്നെസ്. എന്താ ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയും ഉച്ചത. ഉച്ചത എന്താണ്? ഉച്ചത അല്ലെ, ഒരു ഭയങ്കര അല്ലെ, ഉച്ചത, ലൗഡ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് അല്ലെ. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് പ്രോപ്പർട്ടിയാണോ ചോദിച്ചിരിക്കുന്നത്. പലരും വിചാരിക്കും അത് ഫ്രീക്വൻസി ആണ്, പക്ഷെ ഫ്രീക്വൻസി അല്ല. ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ സൗണ്ടിന്റെ പിച്ചിനെയാണ് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ആംപ്ലിറ്റ്യൂഡ് ആണ് ലൗഡ്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സൗണ്ട് എത്രത്തോളം ലൗഡ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ, ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, earthquakes produces which kind of sound before the main shock begins. എർത്തുക്വേക്കിന്റെ സമയത്ത് ഉണ്ടാകുന്ന വേവ് ആണ് ഇൻഫ്രാസോണിക് വേവ് അല്ലെ. അപ്പൊ അതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഏത് സൗണ്ട് ആയിരിക്കും ഉണ്ടാകുക? ഇൻഫ്രാ സൗണ്ട് ആയിരിക്കും കേട്ടോ, ഇൻഫ്രാ സൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് 10ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കൂടെ കമന്റ് ചെയ്യൂ കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.